ഹായ് ഓൾ, വെൽക്കം ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. എൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആണ്. Because I strongly believe it's better to cement one idea at a time than talk about too many things. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല, അല്ല മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷന് വേണ്ടി അല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസും ഇൻസൈറ്റ്സും ലേണിംഗ്സും ഒക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇനീഷ്യേറ്റീവ്. എല്ലാവരുടെയും ജോബ് സെർച്ച് ജേർണീസ് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. സോ ടേക്ക് വാട്ട് ഹെൽപ്സ് യു ആൻഡ് ഇഗ്നോർ വാട്ട് ഡസൻറ്റ് ആൻഡ് ഓൾവേസ് ഫോളോ വാട്ട് സൂട്ട്സ് യുവർ പാത്ത്. ഒട്ടും പ്ലാൻഡ് ആയിട്ടും പ്രിപ്പയർഡ് ആയിട്ടും ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് വെൻ ഐ ഹാവ് എ മൊമെൻറ്റ്. സോ മൈ ഇമെയിൽ ഐ ഡി ഈസ് write2rish.nz@gmail.com. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വൈ ജസ്റ്റേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻ്റർവ്യൂസ്. ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്. ജസ്റ്റേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻ്റർവ്യൂസ് ബിക്കോസ് യുവർ ബോഡി ലാംഗ്വേജ് സ്പീക്സ് ബിഫോർ യുവർ വേർഡ്സ് ടു. ശരിക്കും ചെറിയ ചെറിയ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വാട്ട്? കോൺഫിഡൻസ്, ക്ലാരിറ്റി, എനർജി, കാംനെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. എസ്പെഷ്യലി ന്യൂസിലൻഡിൽ ഇൻ്റർവ്യൂസ് ഒബ്സർവ് whether the person feel natural and comfortable to work with. ഈ നല്ല ജസ്റ്റേഴ്സ് എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഇങ്ങനെ അനങ്ങുകയാണ്. നാച്ചുറൽ ഹാൻഡ് ജസ്റ്റേഴ്സ് ഷോ ദാറ്റ് യു ആർ വെരി എൻഗേജ്ഡ്, യു ആർ തിങ്കിങ് വെരി ക്ലിയർലി ആൻഡ് യു ആർ കംഫർട്ടബിൾ എക്സ്പ്ലെയിനിങ് തിങ്സ്. People who speak with controlled gestures often appear more confident, more expressive and more trustworthy. ശരിക്കും പറഞ്ഞാൽ ഈ ജസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്പ് സ്ട്രക്ചർ യുവർ തോട്ട്സ് വിഷ്വലി. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ കൈയൊക്കെ വെച്ച് പോയിന്റ് ചെയ്ത് നമ്മൾ കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്ഷനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴത്തേന് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ പൊക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ഇറ്റ്സ് ലൈക്ക് ആക്ഷൻ. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഫോളോ ചെയ്യാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോൺഫിഡൻറ്റ് കാൻഡിഡേറ്റിന് മാത്രമേ ഇത്രയും ജസ്റ്റേഴ്സ് മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ജസ്റ്റേഴ്സ് റിയലി ഷോ എനർജി ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മുടെ ആ ഒരു കീൻനെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എനർജി കാണിക്കും. നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും നമ്മൾ കൈയൊക്കെ അനങ്ങി നമ്മൾ ചെറിയൊരു സ്മിർക്കോട് കൂടി കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേനും ദേ റിയലി ഫീൽ ദാറ്റ് വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. ഈ ഭയങ്കര ഫ്രോസൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ലോ ഓൺ കോൺഫിഡൻസ്. ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ വെരി ഡിസ്കണക്റ്റഡ്. ഭയങ്കര റോബോട്ടിക് ആയിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് നമ്മൾ ആ മുറിയിൽ കയറുമ്പം തന്നെ നമ്മൾ ആ മുറിയുടെ ആ ഒരു മൊത്തത്തിലുള്ള വൈബ് തന്നെ സ്പോയിൽ ചെയ്യും ഇഫ് യു ലുക്ക് വെരി ഫ്രോസൺ ഇൻ ഇൻ്റർവ്യൂസ്. ശരിയല്ലേ? സ്മോൾ നാച്ചുറൽ ജസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് ആക്ച്വലി ബ്രിങ്സ് ലൈഫ് ഇൻ ടു യുവർ കമ്മ്യൂണിക്കേഷൻ. ദേ ഹെൽപ്പ് യു റിയലി തിങ്ക് ബെറ്റർ. ഇത് ഭയങ്കര ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഇത് നമുക്ക് ഇൻ്റർവ്യൂവിന് തരുന്നത്. ജസ്റ്റേഴ്സ് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് യു ഓർഗനൈസ് യുവർ തോട്ട്സ്, റെഡ്യൂസ് യുവർ നെർവസ് ടെൻഷൻ ആൻഡ് ഇംപ്രൂവ് സ്പീക്കിംഗ് റിതം. ഇതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, മിക്കവാറുള്ള കോൺഫിഡൻസ് സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ദേ നാച്ചുറലി മൂവ് ദെയർ ഹാൻഡ്സ്. സോ ബാലൻസ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. നല്ല ജസ്റ്റേഴ്സ് ആയിരിക്കണം. ഒരുപാട് മൂവ് ചെയ്യരുത്. ഭയങ്കര നമ്മളുടെ നാച്ചുറൽ ആയിരിക്കണം. നമ്മൾ ഒരുപാട് മൂവ് ചെയ്യുകയും ഭയങ്കര ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് വെരി ഡിസ്ട്രാക്ടിങ്. ഇറ്റ് ലുക്സ് ദാറ്റ് വി ആർ നെർവസ്. നമ്മളൊരു ഫേക്ക് കോൺഫിഡൻസ് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ കയോട്ടിക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. സോ മേക്ക് ഇറ്റ് റൈറ്റ്. ജസ്റ്റ് ലൈക്ക് ഐ സെഡ് അബൌട്ട് മേക്കിംഗ് ഐ കോൺടാക്ട്. ജസ്റ്റേഴ്സ് ആണെങ്കിൽ യു ഡു ഇറ്റ് റൈറ്റ്. ലൈക്ക് നമ്മൾ നാച്ചുറലി സംസാരിക്കും, നമുക്ക് വരുന്ന ജസ്റ്റേഴ്സിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു നല്ലൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് യു ഷുഡ് ഓൾവേസ് ബി റിലാക്സ്ഡ് ഇൻ യുവർ ഇൻ്റർവ്യൂ. യു ഷുഡ് ഹാവ് ആൻ ഓപ്പൺ പോസ്ചർ. പണ്ടൊക്കെ ഇൻ്റർവ്യൂസിന് മുമ്പ് എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഈ സംസാരിച്ച് ഈ പേനയൊക്കെ എടുത്ത് ഇങ്ങനെ ടകടകടന്ന് അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ ചെയ്യരുത്. അത് ആക്ച്വലി ദാറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഇൻ്റർവ്യൂസിനൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ കൈ ക്ലോസ്ഡ് ആക്കി വെക്കാൻ തുടങ്ങി.
ബിക്കോസ് ഞാൻ ആവശ്യമില്ലാതെ അവിടുത്തെ പേനയൊക്കെ എടുത്ത് എന്തെങ്കിലും ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ ആയിരിക്കണം നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല അറീന ഇസ് ലൈക്ക് ഡു മോക്ക് ഇന്റർവ്യൂസ് ആൻഡ് ഗെറ്റ് യുവർ കോൺഫിഡൻസ് വെരി ഹൈ. ഓക്കെ. പിന്നെ ഇന്റർവ്യൂസിന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില ജസ്റ്റേഴ്സ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ആവശ്യമില്ലാതെ കാലിരുന്ന് കുലുക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖത്തൊക്കെ ഇങ്ങനെ തൊടുക, പിന്നെ പെന്നൊക്കെ ഇങ്ങനെ ക്ലിക്ക് 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 ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഫോൾഡഡ് ആംസ്. ഒരിക്കലും ഇന്റർവ്യൂസിന് നമ്മുടെ ആംസ് ഫോൾഡഡ് ആയിട്ടിരിക്കരുത്. ബിക്കോസ് വെൻ യു കീപ് യുവർ ആംസ് ഫോൾഡഡ് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ വെരി ലോ ഓൺ കോൺഫിഡൻസ്. പിന്നെ നമ്മുടെ കൈ ടേബിളിന്റെ അടിയിൽ വെക്കുക, പിന്നെ അവരെ ചൂണ്ടുക. നമ്മൾ പൊതുവെ ഇങ്ങനെ ചൂണ്ടത്തൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അറിയാതെ പോലും നമ്മളവരെ ചൂണ്ടായിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി അഗ്രസീവ് ആൻഡ് ഇറ്റ് വിൽ ലുക്ക് വെരി അഗ്രസീവ്. നമ്മൾ നമ്മുടെ കൈ ടേബിളിന്റെ അടിയിൽ വെക്കുകയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദാറ്റ് വി ആർ വെരി ലോ ഓൺ കോൺഫിഡൻസ്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. when you might have seen in movies that they say that when somebody is trying to hide something they fold their arms. അത് കോൺഫിഡൻസ് ലോ ആകുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മുഖത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുടിയൊക്കെ സ്റ്റൈലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുക. നമുക്കൊരു ഫോക്കസ് ഇല്ലാത്ത പോലെ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. സോ ഡു ജസ്റ്റേഴ്സ് വെരി റൈറ്റ്, ലൈക്ക് റൈറ്റ് ജസ്റ്റേഴ്സ് റൈറ്റ് ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാം. ഒരു സിമ്പിൾ ട്രിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് യു ഷുഡ് കീപ് യുവർ പാംസ് വെരി റിലാക്സ്ഡ് ആൻഡ് വിസിബിൾ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സ്ലോ മൂവ്മെന്റ്സ് കാണിക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് പോസ് ചെയ്യുക. When you're doing it very calm, it means that you have a calm mind. അപ്പം ഇത്രയേ ഉള്ളൂ ജസ്റ്റേഴ്സിനെ പറ്റി. There are many things about gestures. All I want to say is like ജസ്റ്റേഴ്സ് ഇന്റർവ്യൂസിനുള്ളത് നല്ലതാണ്. യു ഓൾവേസ് ഡു ഇറ്റ് റൈറ്റ്. ഓവറായിട്ട് ജസ്റ്റേഴ്സ് ചെയ്യരുത്, റൈറ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെ പറ്റിയും ചില ജസ്റ്റേഴ്സിനെ പറ്റി ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കേട്ട് നോക്കുക. ഭയങ്കര നല്ല ജസ്റ്റേഴ്സ് ഒരു ഇന്റർവ്യൂവിന് നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ they really think that you're confident about what you're trying to do and it really helps in interviews. So ഒരു പഞ്ച് ലൈൻ പോലെ എനിക്ക് വേണമെങ്കിൽ പറയാം, റിക്രൂട്ടേഴ്സ് ബിലീവ് യുവർ ബോഡി ലാംഗ്വേജ് ബിഫോർ ദേ ബിലീവ് യുവർ വേർഡ്സ്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ അവർ നമ്മുടെ ബോഡി ലാംഗ്വേജിലായിരിക്കും ആദ്യം ബിലീവ് ചെയ്യുന്നത്, ബിഫോർ ദേ ഈവൻ സ്റ്റാർട്ട് ബിലീവിങ് അബൌട്ട് വാട്ട് യു ആർ ട്രൈങ് ടു ടോക്ക്. നമ്മൾ നല്ല ജസ്റ്റേഴ്സും നല്ല ബോഡി ലാംഗ്വേജും അവർക്ക് കാണിച്ചു കഴിഞ്ഞാൽ വി സ്റ്റാർട്ട്സ് മേക്കിംഗ് ദൻ ഇൻസ്റ്റന്റ് കണക്ഷൻ ജസ്റ്റ് ലൈക്ക് we make eye contact. So this is very important. This is it. Thank you. Hope this helps. Small steps, big wins.